കുറഞ്ഞ ചിലവിൽ കൂടുതൽ സോപ്പ് വീട്ടിൽ തയ്യാറാക്കാം, അതും അരിപ്പൊടി വെച്ചിട്ട്. ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സോപ്പിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെയാണ് ഈ സോപ്പ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാൻ പത്തിരിപ്പൊടിയാണ് എടുത്തത്. വളരെ നൈസായിട്ടുള്ള പൊടി വേണം ഇതിന്. അപ്പോൾ അതിനായിട്ട് 3.5 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടിയാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് വെള്ളമൊക്കെ ചേർക്കുന്നത്. വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് കേടായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് ഗ്ലിസറിനാണ്. ഗ്ലിസറിനൊക്കെ എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും കിട്ടുന്നതായിരിക്കും. ഒരുപാട് റേറ്റ് ഒന്നുമില്ല, ഏതാണ്ട് 60 രൂപയുടെ അടുത്താണ് ഇങ്ങനൊരു ബോട്ടിലിന് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് അലോവേര ജെല്ലാണ്. നമ്മൾ വീട്ടിൽ അലോവേരയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പൾപ്പ് എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കടയിൽ നിന്ന് കിട്ടുന്ന അലോവേര ജെൽ എടുക്കുക കേട്ടോ. ഓവറായിട്ട് കളറുള്ളൊന്നും എടുക്കരുത്. ജസ്റ്റ് മിക്സിയിൽ ഒന്ന് കറക്കുന്ന സമയത്ത് ഇതുപോലെ ആയിട്ട് വരും. അറിയാലോ, പത്തിരിപ്പൊടി ആകുമ്പോൾ ഇതുപോലെ ചെറിയ കട്ടകളായിട്ട് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ട മോൾഡുകൾ റെഡിയാക്കാം കേട്ടോ. പല സൈസിലുള്ള മോൾഡുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സോപ്പ് ബേസും ഇതുപോലെ മോൾഡുകളൊക്കെ വീട്ടിലവർ കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതുപോലുള്ളതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇൻഗ്രീഡിയൻസ് കറക്റ്റ് മെഷർമെൻറ്റിലായാൽ മാത്രമേ സംഭവം റെഡി ആവുള്ളൂ. അത് ഞാൻ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ മെഷർമെൻ്റ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു മെഷീൻ വീട്ടിലുണ്ടാകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഒരുപാട് റേറ്റ് ഉള്ളതൊന്നുമല്ല, ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഏതാണ്ട് 200-300 റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. വാങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷത്തിൻ്റെ മേലെയായി. പക്ഷേ ഇപ്പോഴും യാതൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഈ ഒരു മെഷീൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. ഞാനിവിടെ 500 ഗ്രാം സോപ്പ് ബേസാണ് എടുത്തിരിക്കുന്നത്. സോപ്പ് ബേസിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ഡെലിവറി ഉള്ളതാണ്. നമ്മൾ വീട്ടിൽ അവർ കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ. ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ചെയ്യുന്നത്. അതായത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക, അതിൻ്റെ മുകളിലേക്ക് വേണം ഈ ഒരു പാത്രം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഡയറക്റ്റ് ഇത് മെൽറ്റ് ചെയ്യാൻ വെക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായ അരിപ്പൊടിയുടെ മിക്സ് ഈ ഒരു സോപ്പ് ബേസിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പത്തിരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും. നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ഇത് ഉടച്ചിട്ട് വേണം ഇതെല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ മിക്സും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. എങ്കിലും ചെറിയ തരികളൊക്കെ കാണുന്നുണ്ട്. അപ്പം നമുക്കിതൊന്നും കൂടി ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ പാത്രം ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും അത്യാവശ്യം ഒന്ന് മെൽറ്റായി കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ചേർത്ത് കൊടുക്കാം. അതും എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഉണ്ടാകുന്നതാണ്, വലിയ റേറ്റ് ഒന്നും ഇല്ല. അപ്പോൾ അത് 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിനൊക്കെ നമ്മൾ ഇതിലേക്ക് വന്നോളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മോൾഡ് ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു പേപ്പർ ഗ്ലാസ് പോലുള്ളതൊക്കെ എടുക്കുക. അതിൽ കുറച്ചൊരു എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തണുക്കാനായിട്ട് വെക്കരുത്. നല്ല ചൂടുള്ള സമയത്ത് തന്നെ മോൾഡിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി കുറഞ്ഞത് 2 മുതൽ 3 മണിക്കൂർ വരെ സെറ്റ് ആവാനായിട്ട് വെച്ചേക്കുക കേട്ടോ. ഒരു 3 മണിക്കൂറിന് ശേഷം ജസ്റ്റ് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മോൾഡൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് നമുക്ക് സോപ്പൊക്കെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു വീട്ടിലിരുന്നു കൊണ്ട് ചെറിയൊരു വരുമാനമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ മോൾഡ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുക. എല്ലാം നമ്മൾ വീട്ടിലെ പർപ്പസിന് മാത്രമാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പേപ്പർ ഗ്ലാസ്സിലോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് നമുക്കിതുപോലെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോപ്പ് ബേസിനെക്കാട്ടും കൂടുതലായിട്ട് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കരുത്. അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് സോപ്പിൻ്റെ ആ ഒരു സ്ട്രക്ചർ മാറുന്നത്. പെട്ടെന്ന് സോപ്പ് മെൽറ്റായി പോകും കേട്ടോ. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കരുതെന്ന് പറയാൻ കാരണം അതൊക്കെ തന്നെയാണ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് സോപ്പ് ബേസ് കുറയുകയോ പിന്നെ അതുപോലെ നന്നായിട്ട് ഇത് സെറ്റായി വരുകയോ ഇല്ല.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.